ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 പാർട്ട് 2 ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, എന്താണ് റെസിസ്റ്റൻസ്, നെക്സ്റ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണ്, ഡയറക്റ്റ് കറണ്ട് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓംസ് ലോയെ കുറിച്ചാണ്. എന്താണ് ഓംസ് ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പലപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ. 5-6 മാർക്കിനൊക്കെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകളിൽ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്, അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോൾട്ടേജ്. അതിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ദി എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്. അപ്പോൾ കറണ്ട് വോൾട്ടേജിന് പ്രൊപ്പോർഷണലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് എന്നാണ് ഓംസ് ലോ പറയുന്നത്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ ഒന്ന് കൂടി കഴിഞ്ഞാൽ മറ്റും കൂടും. അപ്പോൾ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കൂടും. അപ്പോൾ നമ്മൾ ആലോചിച്ചറിയാം, നമ്മളൊരു വെള്ളത്തിൻ്റെ ഡാമിൻ്റെയൊക്കെ ഉദാഹരിച്ച് നമ്മൾ പറഞ്ഞു, ഫ്ലോ ഓഫ് വാട്ടറും ഫ്ലോ ഓഫ് ഇലക്ട്രോൺസും തമ്മിൽ താരതമ്യം ചെയ്ത് പറയുമ്പോൾ നമ്മൾ കറണ്ട് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. എന്നാൽ വാട്ടർ കറണ്ട്, വെള്ളത്തിൻ്റെ ഫ്ലോ, നമ്മൾ വോൾട്ടേജ് കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാമിൻ്റെ സൈസ് കൂടുമ്പോൾ, ടാങ്കിൻ്റെ സൈസ് കൂടുമ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ കൂടും അല്ലേ. നമ്മൾ വലിയ ടാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ ഡാമിൽ നിന്നൊക്കെ വെള്ളത്തിൻ്റെ ഫ്ലോ അല്ല, ചെറിയൊരു ടാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയൊരു ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വോൾട്ടേജ് കൂടുന്ന സമയത്ത് കറണ്ടും കൂടും. അപ്പോൾ നേരെ അനുപാതം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടാവും. അതാരാ? റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്, വി പ്രൊപ്പോർഷണൽ ടു ഐ, അതാണ് ഓംസ് ലോ പറയുന്നത്. അപ്പോൾ വി ബൈ ഐ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ആർ, റെസിസ്റ്റൻസ്. ഇത് തന്നെയാണ് എന്നാണ് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത്. അതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ വേറെ രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഇതിൽ നിന്ന് വി ബൈ ഐ ഈക്വൽ ടു ആർ എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഐ ഈക്വൽ ടു കറണ്ട് എങ്ങനെ കാണാം? ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന് കിട്ടും. എന്നാൽ വോൾട്ടേജ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നും കിട്ടും. അതുപോലെ തന്നെ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് കിട്ടും. ആർ ഈക്വൽ ടു വി ബൈ ഐ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓംസ് ലോ നമുക്ക് വോൾട്ടേജും കറണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് കാണാം. ഏതെങ്കിലും രണ്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാത്ത മറ്റു വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. റെസിസ്റ്റൻസും കറണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് കിട്ടും. കറണ്ടും കിട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കാണാൻ പറ്റും. കണ്ടീഷൻ എന്താ? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മാത്രം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദാറ്റ് ഈസ് വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കൂടും. അപ്പോൾ വോൾട്ടേജ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇനി അതൊരു നമ്മൾ ട്രയാങ്കിൾ രീതിയിൽ പഠിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, വോൾട്ടേജ് മുകളിലും കറണ്ടും റെസിസ്റ്റൻസും താഴെ വരച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വി ഈക്വൽ ടു എന്ത് ചെയ്യാം? ഈ വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് കിട്ടും. ഐ ഇൻറ്റു ആർ ആണോ? വോൾട്ടേജ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇനി ഇതിൽ തന്നെ ഐ ഈക്വൽ ടു കറണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഐ ഈക്വൽ ടു ആകുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, വോൾട്ടേജ് മുകളിലാണ്, റെസിസ്റ്റൻസ് താഴെയായതുകൊണ്ട് വി ബൈ ആർ എന്ന് കിട്ടും. ഇനി തിരിച്ച് നമുക്ക് ഇതിൽ നിന്ന് തന്നെ റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? ആർ ഈക്വൽ ടു, ഇവിടെ വോൾട്ടേജ് മേലെ തന്നെയാണ്, കറണ്ട് താഴെ, വി ബൈ ഐ. വളരെ സിമ്പിളായിട്ട് ഈ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് കൺഫ്യൂഷൻ ആവാതെ മനസ്സിലാകാൻ പറ്റും. ഇനി വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഈക്വൽ ടു മേലെയാണ്,
അപ്പോൾ ഐയും ആറും താഴെയാണ്, അതുകൊണ്ട് ഐ ഇൻറ്റു ആറ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ 6 മാർക്കിന് നിങ്ങളോട് ഓംസ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതി. അപ്പം എന്താണ് ഓംസ് ലോ എന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ്, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്ററുകളെ സീരീസും പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, അത് അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാം, അതിൽ നിന്ന് എങ്ങനെ കറണ്ട് വോൾട്ടേജിൻ്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ആൾ, സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററുകളെ നമ്മൾ കൈകോർത്ത് നിൽക്കുന്നത് പോലെ ഒന്നിൻ്റെ പോസിറ്റീവ് എൻഡ് മറ്റേതിൻ്റെ നെഗറ്റീവ് എൻഡുമായി അങ്ങനെ കണക്ട് ചെയ്യുക, കൈകോർത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് പോസിറ്റീവ്, ഇതാണ് ഈ റെസിസ്റ്റൻസ്, നെഗറ്റീവ് എൻഡ് ഇതാണ്, അടുത്തിൻ്റെ പോസിറ്റീവ് ഇതിന് നെഗറ്റീവുമായി, അടുത്തിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്, ഇങ്ങനെ കൈകോർത്ത് നിൽക്കുന്നത് പോലെ ഇതാണ് കണക്ട് ചെയ്യുന്നതിനെയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഏറ്റവും ആദ്യത്തിൻ്റെ പോസിറ്റീവും ഏറ്റവും ലാസ്റ്റിൻ്റെ നെഗറ്റീവും നമ്മൾ ബാറ്ററിയുമായി കണക്ട് ചെയ്യുന്നു, ബാറ്ററീൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്നിൻ്റെ ഇനീഷ്യൽ എൻഡ് മറ്റേതിൻ്റെ ഫൈനൽ എൻഡുമായി കണക്ട് ചെയ്യുക, അങ്ങനെ കൈകോർത്ത് നിൽക്കുന്നത് പോലെ നിന്നിട്ട് ലാസ്റ്റ് നമ്മൾ ബാറ്ററിയുമായിട്ട് ഏറ്റവും ആദ്യത്തിൻ്റെ പോസിറ്റീവും മറ്റേ ലാസ്റ്റിൻ്റെ നെഗറ്റീവും നമ്മൾ ബാറ്ററിയുമായി കണക്ട് ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്നിൻ്റെ ഏറ്റവും ഫസ്റ്റത്തിൻ്റെ എൻഡും ലാസ്റ്റത്തിൻ്റെ എൻഡും മാത്രം നമ്മുടെ ബാറ്ററിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുള്ളൂ. ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യുന്നതാണ് സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇൻ സീരീസ് കണക്ഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, വോൾട്ടേജ് ഡിവൈഡ്. വോൾട്ടേജ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടും, അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വോൾട്ടേജ് ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരുപാട് വോൾട്ടേജ് ഉണ്ടാവും, റെസിസ്റ്റൻസിന് അത്രയും വോൾട്ടേജും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ R1, R2, R3 3 റെസിസ്റ്റൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് അക്രോസ് ആയിട്ട് മൂന്നിനും 3 റെസിസ്റ്റൻസ് ഉണ്ടാവും, R1, R2, R3. അപ്പോൾ അതുപോലെ തന്നെ മൂന്നിലും അക്രോസ് ആയിട്ട് 3 വോൾട്ടേജും ഉണ്ടാവും. ടോട്ടൽ വോൾട്ടേജ് ഇപ്പോൾ നമ്മൾ 100 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കില്ല ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് വോൾട്ട്, അത് സെപ്പറേറ്റ് ആ റെസിസ്റ്റൻസുകളുടെ വാല്യൂ അനുസരിച്ച് വോൾട്ടേജ് മാറും. എന്നാൽ ഈ ഒരു കണ്ടീഷനിൽ സീരീസ് കണക്ഷനിൽ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. വോൾട്ടേജ് ഡിവൈഡ് ചെയ്യും, കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് V = V1 + V2 + V3 എന്ന് കിട്ടും. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം V = I × R ആണ്. വോൾട്ടേജ് = കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാവുമ്പോൾ V1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V1 വോൾട്ടേജ് അക്രോസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് V1 = എന്തായിരിക്കും? V1 = I × R1 ആയിരിക്കും. കാരണം ഈ കറണ്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു, അപ്പോൾ കറണ്ട് എന്തായാലും മാറില്ല. ഇവിടെ പിന്നെ ആരാ മാറുക? റെസിസ്റ്റൻസ് മാറിയത് കൊണ്ടാണ് ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും മാറിയത്. സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ഡിവൈഡും കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കാണാൻ ഫസ്റ്റ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1 = IR1. ആ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ആ റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V1 കിട്ടും. ഇനി R2 അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് V2 = I × R2. ഇനി R3 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V3 = I × R3. ഓക്കെ,
ഇങ്ങനെയാണ് നമ്മൾ ഓരോ വോൾട്ടേജും കാണുന്നത്. ഇനി എക്സാമിന് ചോദിക്കുകയാണ്, സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കാണാം? V1 ഈക്വൽ ടു IR1, V2 ഈക്വൽ ടു IR2, V3 ഈക്വൽ ടു IR3 എന്ന് വെച്ച് 3 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടും അതുപോലെ ഓരോ റെസിസ്റ്റൻസും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് നമുക്ക് ഓരോ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു വാല്യൂസ്, ഈ 3 വാല്യൂസ് നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതാണ് ഈ രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. V1 പകരം IR1 കൊടുത്തു, V2 പകരം IR2 എന്ന് കൊടുത്തു, V3 പകരം IR3 എന്ന് കൊടുത്തു. ഇവിടെ I എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് Iനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. I ഇൻറ്റു R1 പ്ലസ് ബ്രാക്കറ്റിൽ R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് എഴുതി. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. V is equal to V1 പ്ലസ് V2 പ്ലസ് V3. ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ്, ഫസ്റ്റ് വോൾട്ടേജ് പ്ലസ് സെക്കൻഡ് വോൾട്ടേജ് പ്ലസ് തേർഡ് വോൾട്ടേജ്. ഇവിടെ 3 ആയതുകൊണ്ടാണ് നമ്മൾ 4 റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് V4 ഉണ്ടാവും. ഇനി 2 വെച്ചെങ്കിൽ V1 പ്ലസ് V2 മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര റെസിസ്റ്റൻസിൻ്റെ അത്രയും വോൾട്ടേജും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം V1 ഈസ് ഈക്വൽ ടു IR1, V2 ഈസ് ഈക്വൽ ടു IR3, V3 ഈസ് ഈക്വൽ ടു IR3. ഇപ്പോൾ നമ്മൾ കണ്ടെത്തി. അപ്പോൾ എന്താണ് ഓംസ് ലോ പ്രകാരം? അപ്പോൾ നമ്മൾ ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR3 എന്ന് കിട്ടി. Iനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ V ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് കിട്ടി. അഥവാ V ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3. എന്നാൽ ഈ Iനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ V ബൈ I എന്ന് കിട്ടും. V ബൈ I, കാരണം I എന്ന് മേലെ ഇവിടെ ഇൻറ്റു ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ആകും. നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഓപ്പോസിറ്റിൽ സമവാക്യത്തിൻ്റെ അപ്പുറ ഭാഗത്ത് അല്ലെങ്കിൽ എതിർവശത്ത് നമ്മളത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നേരെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് ഡിവിഷനായിട്ട് മാറും. അപ്പോൾ V ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? Iനെ നമ്മൾ നേരെ ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ V ബൈ I എന്ന് കിട്ടും. V ബൈ I ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ V ബൈ I എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. V ബൈ I എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ കറണ്ട്. എന്താണ്? ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് R ക്യാപിറ്റൽ R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ കറണ്ട് ഈക്വൽ ടു R, ടോട്ടൽ റെസിസ്റ്റൻസ് R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഡിറൈവ് ചെയ്തു ഇതിൽ. അപ്പോൾ നമുക്ക് V ബൈ I എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെ RS എന്ന് കൊടുക്കാൻ കാരണം, S എന്ന് പറഞ്ഞാൽ ഇവിടെ സീരീസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് RS ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഇങ്ങനെയാണ് നമ്മൾ സീരീസ് കണക്ഷനിൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാം. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുക, ടോട്ടൽ റെസിസ്റ്റൻസ് ചോദിക്കുക. നമുക്ക് എന്താണ് R1 R2 R3 തരാം. അതല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് തന്നിട്ട് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് തരാതെ ഏതെങ്കിലും ഇപ്പോൾ R2 മാത്രം നമുക്ക് എന്ത് ചെയ്യുക തരാതെ RSഉം R1ഉം R2ഉം R3 ഒക്കെ തരാം. അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ എന്താണ്? ടോട്ടൽ വോൾട്ടേജ് തരാം, ഓരോ ഇതിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കാണാൻ പറയാം. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു IR1, V2 ഈസ് ഈക്വൽ ടു IR2, V3 ഈസ് ഈക്വൽ ടു IR3 അങ്ങനെ സെപ്പറേറ്റ് കാണാം. ഇനി ടോട്ടൽ കറണ്ട് കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് RS കാണാൻ ചോദിക്കുക, ഒക്കെ എങ്ങനെയും ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ അതൊക്കെ ഈ 4-5 ഇക്വേഷൻസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ്റെ കാര്യമുള്ളത്. ഇനി നമുക്ക് ഉള്ളത് പാരലൽ കണക്ഷനിലേക്കാണ്. സീരീസ് കണക്ഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിൽ ടോട്ടൽ റെസിസ്റ്റൻസ് RS ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അതുപോലെ തന്നെ വോൾട്ടേജ് ഡിവൈഡ്സ് അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ്. അതുപോലെ തന്നെ കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓരോ കറണ്ട് ഒന്നേ ഉണ്ടാവുള്ളൂ, വോൾട്ടേജ് ഓരോ റെസിസ്റ്റൻസിൻ്റെ അത്ര എണ്ണം ഉണ്ടാവും. അത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പാരലൽ ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ റെസിസ്റ്റൻസും സെപ്പറേറ്റ് നമ്മൾ ബാറ്ററീൻ്റെ ടെർമിനലുമായി കണക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, R1
R2 R3 മൂന്ന് റെസിസ്റ്റൻസും സെപ്പറേറ്റ് നമ്മൾ ബാറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവുമായി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സെപ്പറേറ്റ് മൂന്നിൻ്റെയും സ്റ്റാർട്ടിങ് എൻഡും അതുപോലെ ഫിനിഷിങ് എൻഡും ഈ R1 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിൻ്റെയും R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് R3 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് മൂന്നിൻ്റെയും എൻഡുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് നമ്മൾ ബാറ്ററിയുമായി കണക്ട് കൈകോർത്ത് നിൽക്കുന്നത് പോലെ അല്ല. നേരെ മറിച്ച് സെപ്പറേറ്റ് ഓരോരുത്തർ ബാറ്ററിയുമായിട്ട് കണക്റ്റഡ് ആണ്, പോസിറ്റീവ് നെഗറ്റീവുമായി കണക്റ്റഡ് ആണ്. ഇങ്ങനെ കൊടുക്കുന്നതിനാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ പാരലൽ കണക്ഷനിലാവുമ്പോൾ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള വോൾട്ടേജ് തന്നെ ഇവിടെ ഉള്ള ടോട്ടൽ വോൾട്ടേജ് തന്നെ ആയിരിക്കും ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. നേരത്തെ നമ്മൾ കറണ്ടാണ് കോൺസ്റ്റൻ്റ് പറഞ്ഞത്, ഇവിടെ പാരലൽ എന്താണ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. എന്നാൽ ഇവിടെ കറണ്ട് ഡിവൈഡ് ചെയ്യും. കറണ്ട് ഡിവൈഡ്സ് across each resistor. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. കറണ്ട് ഡിവൈഡ്സ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. വോൾട്ടേജ് വിൽ ബി കോൺസ്റ്റൻറ്റ്. സീരീസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒന്നിലധികം കറണ്ട് ഉണ്ടാവും, I1 I2 I3. ഇവിടുന്ന് വന്നിട്ടുള്ള കറണ്ട് ഇതിലൂടെ I1 എന്ന് പറഞ്ഞ കറണ്ട് പാസ് ചെയ്യുള്ളൂ, ഇതിൽ I2 എന്ന് പറഞ്ഞ കറണ്ട് പാസ് ചെയ്യുള്ളൂ, ഇതിൽ I3 എന്ന് പറഞ്ഞ കറണ്ട് പാസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ ഫ്ലോൻ്റെ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, വെള്ളത്തിൻ്റെ ഫ്ലോനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു ടാങ്ക് നമ്മൾ എടുക്കുകയാണ്. ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് ആണ് അല്ലേ. അതിൽ നിന്ന് നമ്മൾ 3 സെപ്പറേറ്റ് പൈപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ ആ പൈപ്പിൻ്റെ വണ്ണത്തിനനുസരിച്ച് അതിലുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ മാറും. അപ്പോൾ ഇവിടെ കറണ്ട് എന്ത് ചെയ്യും, മാറും. പക്ഷേ ഈ 3നും ഒറ്റ ടാങ്ക് ആയതുകൊണ്ട് എന്താണ്, 3നും ഒറ്റ ടാങ്ക് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യില്ല, ഒറ്റ ടാങ്ക് ആയതുകൊണ്ട് വോൾട്ടേജ് എന്ത് ചെയ്യില്ല, മാറില്ല. വോൾട്ടേജ് മാറുന്നില്ല. കറണ്ട് എന്ത് ചെയ്തു, മാറി. ഓരോ പൈപ്പിൻ്റെ വണ്ണത്തിനും അതിൻ്റെ ഉള്ളത്തെ മിനുസത്തിനൊക്കെ അനുസരിച്ച്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധമല്ലേ. ഇവിടെ നമ്മൾ മിനുസുള്ള പൈപ്പ് കൊടുത്തു, ഇവിടെ ഇരുമ്പിൻ്റെ പൈപ്പ് കൊടുത്തു, ഇവിടെ എന്താണ് മറ്റെന്തെങ്കിലും രീതിയിലുള്ള പൈപ്പ് കൊടുത്തു, മണ്ണിൻ്റെ പൈപ്പ്. അതൊക്കെ വെള്ളത്തിൻ്റെ ഫ്ലോ വ്യത്യാസം. ഒന്ന് PVC പൈപ്പ് കൊടുത്തു, ഒന്ന് മണ്ണിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി പൈപ്പ്, ഒന്ന് ഇരുമ്പിൻ്റെ പൈപ്പ് കൊടുത്തു. അപ്പോൾ ഓരോന്നിലൂടെയും വെള്ളത്തിൻ്റെ ഫ്ലോ വ്യത്യാസം ഉണ്ടാവും. കാരണം അവിടെയുള്ള റെസിസ്റ്റൻസിനനുസരിച്ച് കറണ്ട് മാറും. എന്നാൽ നമ്മൾ നേരത്തെ കാണിച്ച സീരീസ് കണക്ഷനാണ്. നമ്മൾ വലിയൊരു ടാങ്കിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു മണ്ണിൻ്റെ പൈപ്പ് കൊടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് കൊടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു PVC പൈപ്പ് കൊടുത്തു. അങ്ങനെ 3 പൈപ്പുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഇവിടുന്ന് എന്ത് ചെയ്തു, വെള്ളം വരുന്ന ഒരേ രീതിയിലായിരിക്കും. കാരണം ഇവിടെ ഈ ഒരു ഫോഴ്സ് ഇതിലൊക്കെ കിട്ടുള്ളൂ. പക്ഷെ എന്താണ്, വോൾട്ടേജ് മാറും. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വോൾട്ടേജ് ഫോഴ്സ് ഇതിൻ്റെ അപ്പുറത്ത് ഇവിടെ വരുന്ന സമയത്ത് കിട്ടൂല, ഇവിടെ വരുന്ന സമയത്തും ഒരേ വോൾട്ടേജ് കിട്ടൂല. കാരണം ഇതിന്ന് ഇവിടെയുള്ള ആ മിനുസത്തിനനുസരിച്ച് ഇവിടെ എപ്പോഴും ഇത് പുറത്ത് ചാടുന്ന വെള്ളം എപ്പോഴും കറണ്ട് സെയിം ആയിരിക്കും, ഫ്ലോ ഓഫ് വാട്ടർ. പക്ഷെ എന്താണ്, ഇതിനെ ക്രോസ് ആയിട്ട് വെള്ളം പാസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ കൂടെ ഇപ്പോൾ ആദ്യം നല്ല ഉരസുള്ള പൈപ്പാണെങ്കിൽ അതിലൂടെ ആദ്യം ഇതിൻ്റെ ഈ വോൾട്ടേജിൻ്റെ ആ ഫോഴ്സൊക്കെ കുറഞ്ഞ് ഇവിടെ എന്ത് ചെയ്തു, ഇതിൽ കിട്ടുന്ന വോൾട്ടേജ് ആവില്ല, അത്രയും എന്താണ് ഫോഴ്സ് കിട്ടൂല, ഇതിൽ കിട്ടുന്ന ഫോഴ്സ് ഇതില്ല. അപ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. കറണ്ട് ലാസ്റ്റ് ഇതിൽ പുറത്ത് ചാടുന്ന വെള്ളം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അങ്ങനെയാണ് സീരീസ് കണക്ഷനിൽ വരിക. എന്നാൽ പാരലൽ കണക്ഷനിൽ നേരെ എന്താണ്, നമ്മൾ ഒരു ടാങ്കിൽ നിന്ന് 3 സെപ്പറേറ്റ് പൈപ്പുകൾ സെപ്പറേറ്റ് ഇട്ടു. അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യും, വെള്ളം ചാടുന്നതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. 3 ഒരേ പൈപ്പാണെങ്കിൽ 3ലും ഒരേ കറണ്ട് ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ 3 റെസിസ്റ്റൻസും എന്താണ് അനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യും,
ഇങ്ങനെ സെപ്പറേറ്റ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വ്യത്യാസം ഉണ്ടാവും, വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ കറണ്ട് ഐ കാണാൻ എന്ത് ചെയ്താൽ മതി? I1 + I2 + I3 ചെയ്താൽ മതി. I3 അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ കറണ്ട് I1 + I2 + I3. ഓക്കെ, അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ പ്രകാരം I1 എന്ന് പറഞ്ഞാൽ എന്താണ്? V/R1 ആണ്. അഥവാ I = നമുക്കറിയാം V/R ആണ്. I = V/R, ഇതെന്താണ്? ഓംസ് ലോ ആണ്. അപ്പോൾ I1 = എന്തായിരിക്കും? V/R1. കാരണം വോൾട്ടേജ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, റെസിസ്റ്റൻസ് മാത്രമേ മാറുന്നു. നേരത്തെ നമ്മൾ V1 = IR1 സീരീസ് കണക്ഷൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ I1 = V/R1 ആയിരിക്കും. I = V/R ആയതുകൊണ്ട് I1 = V/R1. വോൾട്ടേജ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, കറണ്ടാണ് മാറുന്നത് പാരലൽ കണക്ഷനിൽ. അതുപോലെ റെസിസ്റ്റൻസ് R2 ക്രോസ് ആയിട്ടുള്ള കറണ്ട് I2 എന്തായിരിക്കും? V/R2 ആയിരിക്കും. അതുപോലെ തന്നെ R3 ക്രോസ് ആയിട്ടുള്ള കറണ്ട് I3 എന്തായിരിക്കും? V/R3 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കറണ്ട് റെസിസ്റ്റൻസിനനുസരിച്ച് മാറും. എങ്ങനെ കണ്ടുപിടിക്കുന്നു? I1 = V/R1, I2 = V/R3, I3 = V/R3. ഇവ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. I = I1 + I2 + I3 എന്നുള്ളത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. I1 = V/R1, I2 = V/R2, I3 = V/R3. ഇത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ I = V/R1 + V/R2 + V/R3 എന്ന് കിട്ടി. ദാറ്റ് ഈസ് I = V ഇൻറ്റു V എന്താണ്? കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് V പുറത്തേക്ക് എടുത്തു. 1/R1 + 1/R2 + 1/R3 എന്ന് കിട്ടി. I = V ഇൻറ്റു 1/R1 + 1/R2 + 1/R3 എന്ന് കിട്ടി. കാരണം R1, R2, R3 അടിയിലാണുള്ളത്, ഡിനോമിനേറ്ററിലായതുകൊണ്ട്. അതുകൊണ്ടാണ് 1/R1 + 1/R2 + 1/R3 വന്നത്. കാരണം V എന്ന് പറയുന്നത് മുകളിലായിരുന്നു. അപ്പോൾ V പുറത്തേക്ക് എടുത്തപ്പോൾ I = എന്താണ്? V ഇൻറ്റു 1/R1 + 1/R2 + 1/R3. അപ്പോൾ I ഇവിടെ ഉള്ളത് അല്ലേ. ഇനി നമുക്ക് ഈ Vനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ I/V ഇതാണ് I/V. I/V = 1/R1 + 1/R2 + 1/R3. V/I എന്ന് പറഞ്ഞാൽ എന്താണ്? R ആണ്. അങ്ങനെയാണെങ്കിൽ I/V എന്തായിരിക്കും? I/V എന്തായിരിക്കും? 1/R ആയിരിക്കും. V/I R ആണെങ്കിൽ I/V എന്തായിരിക്കും? 1/R ആയിരിക്കും. നേരെ റെസിപ്രോക്കൽ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടിയത്. I/Vക്ക് പകരം 1/R P എന്ന് കൊടുക്കാൻ കാരണം ഇൻ പാരലൽ, റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അപ്പോൾ 1/RP = 1/R1 + 1/R2 + 1/R3. ഇങ്ങനെയാണ് നമ്മളിവിടുത്തെ റെസിസ്റ്റൻസ് കാണുക. ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1/RP ആണ് നമുക്ക് 1/R1 + 1/R2 1/R3 കിട്ടുക. എന്താണ്? പാരലൽ റെസിസ്റ്റൻസ് ആണ് 1/R1 + 1/R2 + 1/R3 കിട്ടുക. അപ്പോൾ RP എങ്ങനെ കാണും? RP = നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു വാല്യൂ കണ്ടതിന് ശേഷം റെസിപ്രോക്കൽ എടുത്താൽ മതി. അഥവാ RP = റെസിപ്രോക്കൽ ഓഫ് എന്തിൻ്റെയാണ്? 1/R1 + 1/R2 + 1/R3 നോട്ട് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RP കിട്ടും. 1/RP കാണാൻ 1/R1 + 1/R2 1/R3 ആഡ് ചെയ്താൽ മതി. എന്നാൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് RP കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ RP = റെസിപ്രോക്കൽ ഓഫ് 1/R1 + 1/R2 + 1/R3 ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കാൻ എന്താ പണി? റെസിപ്രോക്കൽ എടുക്കാൻ പണിയില്ല. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ RP = 1/R1 + 1/R2 + 1/R3 ചെയ്ത് കഴിഞ്ഞാൽ RP കിട്ടും. ആദ്യം 1/R1 1/R2 1/R3 മൂന്നും കാണാം. എന്നിട്ട് 1/1 ആ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RP കാണാൻ പറ്റും. റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അപ്പോൾ ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുക. റെസിസ്റ്റൻസ് ഇൻ പാരലൽ
പലപ്പോഴും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എന്താണ് വളരെ സിമ്പിളാണ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? 1/RP = 1/R1 + 1/R2 + 1/R3. അതിൽ നിന്ന് RP = റെസിപ്രോക്കൽ ഓഫ് 1/R1 + 1/R2 + 1/R3 കണ്ടാൽ നിങ്ങൾക്ക് RP കിട്ടും. അതുപോലെ കറണ്ട്, ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സെപ്പറേറ്റ് കറണ്ട് കാണാൻ I1 = V/R1 കാണാം, I2 = V/R2 കാണാം, I3 = V/R3. ഇങ്ങനെ നമ്മൾ കറണ്ട് കാണാം. വോൾട്ടേജ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, കറണ്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു പാരലൽ കണ്ടീഷനിൽ നമ്മൾ റെസിസ്റ്റേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, കറണ്ട് ഡിവൈഡ്സ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.